നമസ്കാരം. മുനമ്പം വിഷയത്തിൽ ബിജെപിക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വഖഫ് ഭേദഗതി ബിൽ മുനമ്പം വിഷയത്തിനുള്ള ഒറ്റമൂലിയാണെന്ന ബിജെപിയുടെ പ്രചരണം പൊളിഞ്ഞുവെന്നും കേന്ദ്രമന്ത്രിയുടെ നാവിൽ നിന്ന് സത്യം വീണുപോയതോടെ ബിജെപിയുടെ രാഷ്ട്രീയ ലക്ഷ്യം പാളിയെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. സംഘപരിവാറിന്റെ വെറുപ്പിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയമാണ് വഖഫ് ബിൽ എന്നും മുനമ്പത്തുകാരെ പറഞ്ഞു പറ്റിക്കാനാണ് ബിജെപി ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി പറയുന്നു. മുനമ്പത്തുകാരുടെ അവകാശം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ബിജെപി കുളം കലക്കാൻ ശ്രമിച്ചുവെന്നും കുറ്റപ്പെടുത്തി. വഖഫ് നിയമ ഭേദഗതി ബില്ലിലൂടെ മുസ്ലിം വിരുദ്ധ അജണ്ട നടപ്പാക്കാനാണ് ബിജെപി ശ്രമിച്ചതെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. മുനമ്പത്തുകാരുടെ അവകാശം സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രാമുഖ്യം നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അക്കാര്യം പഠിക്കാനാണ് സർക്കാർ കമ്മീഷനെ വെച്ചത്. കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ സമരം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ അത് സ്വീകരിക്കപ്പെട്ടില്ല. അവർക്ക് മറ്റു ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ചിലർ പോയി പറഞ്ഞപ്പോൾ ഉണ്ടായ പ്രതീക്ഷയാണത്. ആശയക്കുഴപ്പമുണ്ടാക്കി കുളം കലക്കി മീൻ പിടിക്കാനാണ് ചിലർ ശ്രമിച്ചത്. സംഘപരിവാർ അജണ്ട എന്ന നിലയ്ക്ക് ബിജെപിയാണ് അതിന്റെ മുന്നിൽ നിന്നതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വഖഫ് ഭേദഗതി ബിൽ മുനമ്പം വിഷയത്തിന്റെ ശാശ്വത പരിഹാരമാണെന്ന പ്രചരണമാണ് ചിലർ അഴിച്ചുവിട്ടത്. അത് പൂർണ്ണ തട്ടിപ്പാണെന്നാണ് ഇപ്പോൾ വ്യക്തമായത്. പുതിയ നിയമം ഭരണഘടനയുടെ 26-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ്. മുസ്ലിം അപരവൽക്കരണത്തിന്റെയും അതുവഴിയുള്ള രാഷ്ട്രീയ നേട്ടത്തിന്റെ അവസരമായാണ് സംഘപരിവാർ ഇതിനെ കണ്ടത്. ഇപ്പോൾ മുസ്ലിമിനെതിരെ എന്ന് പറയുമ്പോൾ ഭാവിയിൽ അത് അങ്ങനെ മാത്രമല്ലെന്നാണ് ഓർഗനൈസർ ലേഖനം വ്യക്തമാക്കുന്നത്. ക്രൈസ്തവ സഭയ്ക്കാണ് സ്വത്തുക്കൾ കൂടുതലെന്ന പരാമർശമുണ്ടായിരുന്നു. രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായാണ് സംഘപരിവാർ ന്യൂനപക്ഷത്തെ കാണുന്നത്. അതിന്റെ ഭാഗമായുള്ള സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. വെറുപ്പിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയമാണ് ബില്ലിന്റെ ഭാഗമായി വന്നത്. ന്യൂനപക്ഷ വിരുദ്ധവും ഭൂരിപക്ഷ വർഗീയതയെ സംതൃപ്തിപ്പെടുത്തുന്നതുമായ നടപടിയാണ് നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് കേരള നിയമസഭ അതിനെതിരെ പ്രമേയം അംഗീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടനാ വിരുദ്ധമായ ബിൽ പാസാക്കുകയും മുനമ്പം വിഷയത്തിലുള്ള ഒറ്റമൂലിയാണിതെന്നുമുള്ള വ്യാഖ്യാനം സംഘപരിവാർ വലിയ തോതിൽ പ്രചരിപ്പിച്ചു. എന്നാൽ വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാസായ ബില്ലിലെ ഏതു വകുപ്പാണ് മുനമ്പം വിഷയം പരിഹരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നില്ല. കേന്ദ്രമന്ത്രിയെ മുനമ്പത്തെത്തിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് ബിജെപി ശ്രമിച്ചതെന്നാൽ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും സത്യം വീണുപോയി. ബിജെപി ഉദ്ദേശിച്ച കാര്യത്തിന് നേരെ വിരുദ്ധമായ പരാമർശമാണ് കേന്ദ്രമന്ത്രി നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് വസ്തുതയാണ്. മന്ത്രിയെ കൊണ്ടുവന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം പൊളിഞ്ഞുപോയി. വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മാത്രം മുനമ്പം വിഷയം പരിഹരിക്കാനാവില്ലെന്നാണ് കേന്ദ്രമന്ത്രി സമ്മതിച്ചതോടെ ബിജെപിയുടെ വ്യാജ ആഖ്യാനങ്ങളെല്ലാം പൊളിഞ്ഞു. കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയി എന്നാണ് സമരസമിതി കൺവീനർ പ്രതികരിച്ചത്. മുനമ്പത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനാണ് ബിജെപി ശ്രമിച്ചത്. അവിടുത്തെ ജനതയെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കാനാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.